നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് കേരളത്തിൽ തന്നെ ചർച്ചാ വിഷയമായ ഒരു പാലത്തെക്കുറിച്ചിട്ടാണ്. നാലുവരി പാതയിൽ നിന്നും ഒരു കുപ്പിക്കഴുത്ത് പോലെ നീണ്ടു നിൽക്കുന്ന ഒരു പാലത്തിലേക്ക് കയറിയപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് നേരിട്ട് നിങ്ങൾ കണ്ടോളൂ. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് ഈ ഒരു പാലം. അതായത് കറക്റ്റ് ലൊക്കേഷൻ അങ്ങാടിപ്പുറം എന്ന സ്ഥലത്താണ്. തിരുമാതാംകുന്ന് ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് ഈ ഒരു പാലമുള്ളത്. ഇവിടെ വണ്ടി വന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ല ബ്ലോക്കായിരിക്കും. മണിക്കൂറുകളാണ് പോയി കിട്ടുക. പെരിന്തൽമണ്ണ ടൗൺ വരെ ഈ ഒരു ബ്ലോക്ക് ബാധിക്കും. ഇത് വെറും ഒരു പാലമല്ല, മേൽപ്പാലാണ്. താഴെ റെയിൽവേ ട്രാക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ റെയിൽവേ ട്രാക്കിൽ വണ്ടികൾ കുടുങ്ങിയ ഏകദേശം ഇവിടെ ഒരു 10 മിനിറ്റിൻ്റെ ബ്ലോക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതുവരെ. ഇപ്പോൾ ഈ ഒരു പാലം വന്നതിന് ശേഷം മണിക്കൂറുകളാണ് പോയി കിട്ടുന്നത്. ഇതിലൂടെ ഒരിക്കലെങ്കിലും യാത്ര ചെയ്തിട്ടുള്ള ജനങ്ങൾ പിന്നീട് ഒരിക്കലും ഇതിലൂടെ യാത്ര ചെയ്യരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും ഇവിടുന്ന് കടന്നു പോവുക. ഒരു ആംബുലൻസ് ഈ റോഡിൽ കുടുങ്ങിയാൽ, അതായത് ഈ ഒരു പാലത്തിൽ കയറിയിട്ട് കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പോരാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ടാസ്ക് തന്നെയാണെന്ന് പറയാം. കാരണം എങ്ങോട്ടും ഒന്നും ചെയ്യാൻ കഴിയില്ല. വീതിയില്ലാത്തൊരു പാലമാണ്. തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് ഈ പാലം. ഈ പാലത്തിൻ്റെ നിർമ്മാണ സമയത്ത് ആദ്യം കായ്ക്കും പിന്നെ മധുരിക്കും എന്നൊക്കെയാണ് ഡെഫിനേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓരാടം പാലം ബൈപ്പാസ് എന്നൊരു പദ്ധതി തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു പാലം വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു പാലത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പദ്ധതി, ആ ഒരു ബൈപ്പാസ് വന്നെങ്കിൽ മാത്രമേ നടക്കുള്ളൂ.